നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് ഒ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം പഠിക്കാം. എങ്ങനെയാണ് എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം നമ്മൾ എഴുതാറ്? ഒരു പൂജ്യം വരച്ച് ആ പൂജ്യത്തിന്റെ സൈഡിലൂടെ ഒരു റ പോലെ വരച്ചാൽ എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി അല്ലേ? ഈ ഒരു ചിഹ്നത്തിന്റെ അടുത്ത് ഇപ്പോൾ പ എന്ന അക്ഷരം എഴുതുകയാണെങ്കിൽ പ എന്നതിൻ്റെ കൂടെ എ എന്ന ശബ്ദം കൂടെ ചേർത്ത് പേ എന്ന് നമുക്ക് ഉച്ചരിക്കാം. പേ പേ എന്നാണ് ഇത് വായിക്കാൻ. നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ്. ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തിൽ എയുടെ ഈ ഒരു ചിഹ്നവും കൂടാതെ ആ എന്ന ചിഹ്നം അക്ഷരം എഴുതിയതിന് ശേഷം എഴുതും കൂടെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനെ പ എന്നതിൻ്റെ കൂടെ ഓ എന്ന ശബ്ദവും കൂടെ ചേർത്ത് പോ എന്നുച്ചരിക്കാം. പോ, അതായത് എയുടെ ചിഹ്നവും ഇനി ഏത് അക്ഷരമാണ് ഓ എന്ന ശബ്ദം ചേർത്തുച്ചരിക്കേണ്ടതെങ്കിൽ ആ അക്ഷരം എഴുതി അതിനുശേഷം ആ എന്നതിൻ്റെ ചിഹ്നവും വരച്ചാൽ ഓ എന്നതിൻ്റെ ശബ്ദമായി. ഇപ്പോൾ തായ് എന്നതിൻ്റെ കൂടെയാണ് ഓ എന്ന ശബ്ദത്തിനായി ഓയുടെ ചിഹ്നം വരച്ചത്. ഇപ്പോൾ ഇത് തോ എന്ന് ഉച്ചരിക്കാം. പോ, തോ. ഇനി നമുക്ക് ച എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് എഴുതി നോക്കാം. എയുടെ ചിഹ്നം വരച്ചു, ച എന്ന അക്ഷരം വരച്ചു, തൊട്ടടുത്തായി ആയുടെ ചിഹ്നവും കൂടെ ചേർത്തു. ഇപ്പോൾ ചോ എന്നുച്ചരിക്കാം. ച പ്ലസ് ഒ, ചോ. ഇനി നമുക്ക് വേറൊരു അക്ഷരം എഴുതി നോക്കാം. മായുടെ കൂടെ ഓ ചേർത്ത് ഉച്ചരിച്ചു നോക്കാം. എങ്ങനെയാണ് മായുടെ കൂടെ ഓ എന്ന ചിഹ്നം ചേർത്ത് എഴുതുക എന്ന് നോക്കാം. ആദ്യം മേയുടെ ചിഹ്നം വരച്ചു, മാ വരച്ചു. ഇപ്പൊ മേയായി അല്ലേ? തൊട്ടടുത്ത് ആയുടെ ചിഹ്നം കൂടെ ചേർത്താൽ മോ എന്ന് ഉച്ചരിക്കാം. മായുടെ കൂടെ ഓ എന്ന ശബ്ദവും ചേർത്ത് മോ എന്ന് ഉച്ചരിക്കാം. ഇനി നമുക്ക് ടോ എന്ന് എഴുതി നോക്കാം. അതിനായി ആദ്യം എയുടെ ചിഹ്നം വരയ്ക്കണം, ടാ വരയ്ക്കണം, കൂടെ ആയുടെ ചിഹ്നവും വരയ്ക്കണം. ടായുടെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് ടോ എന്ന് ഉച്ചരിക്കാം. ഇനി നമുക്ക് കോ എന്ന് എഴുതി നോക്കാം. കോ ഒന്ന് എഴുതി നോക്കൂ. ആദ്യം എയുടെ ചിഹ്നം എഴുതണം, കാ വരയ്ക്കണം, തൊട്ടടുത്തായി ആയുടെ ചിഹ്നവും ചേർക്കണം. ഇപ്പോൾ കോ എന്ന് ഉച്ചരിക്കാം അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്ന് ഓയുടെ ചിഹ്നമാണ് പഠിച്ചത്. അപ്പോൾ ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നത്തിൽ ഏകാരവും ആ എന്നതിന്റെ ചിഹ്നവും ഉൾപ്പെടുന്നു. പ എന്ന അക്ഷരത്തിന്റെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്തപ്പോൾ എങ്ങനെ വായിക്കാം? പോ എന്ന് വായിക്കാം. താ എന്ന അക്ഷരത്തിന്റെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ തോ എന്ന് ഉച്ചരിക്കാം. ച എന്ന അക്ഷരത്തിന്റെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ ചോ എന്ന് ഉച്ചരിക്കാം. മായുടെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ മോ എന്ന് ഉച്ചരിക്കാം. ടായുടെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ ടോ എന്ന് ഉച്ചരിക്കാം. കായുടെ കൂടെ ഓയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ കോ എന്ന് ഉച്ചരിക്കാം. പോ, തോ, ചോ, മോ, ടോ, കോ. ഇന്ന് നമ്മൾ ഓയുടെ ചിഹ്നമാണ് പഠിച്ചത്. ഓയുടെ ചിഹ്നം വരുന്ന ഈ അക്ഷരങ്ങളെല്ലാം ചിഹ്നം ചേർത്ത് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.